മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും നിങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണം ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൻ്റെ 39 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോനാഥൻ ഗെത്സേമനിയിൽ പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് നമ്മൾ ഓരോരുത്തരും വായിച്ച് ധ്യാനിക്കുന്നത്. ഈ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയി. പ്രിയപ്പെട്ടവരെ, പതിവ് പോലെ ഒരു ശീലമാണ്. ചില ശീലങ്ങളെ വളർത്തേണ്ട കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. ഈശോനാഥൻ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി എന്ന് പറയുമ്പോൾ അവൻ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ആത്മീയ ശീലങ്ങൾ ചെറുപ്പകാലം മുതൽ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ ശീലങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. നമ്മുടെ ചെറുപ്പകാലങ്ങളിലുള്ള പ്രാർത്ഥനയും വിശ്വാസവും ദൈവത്തോടുള്ള അടുപ്പവും ദൈവത്തുള്ള ആശ്രയവും ഇന്ന് നമ്മുടെ ജീവിതത്തിനുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചില ആത്മീയ ശീലങ്ങളൊക്കെ ഉണ്ട്. അവ ഇന്ന് എത്രമാത്രം അനുഷ്ഠിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ട്? നോമ്പ് കാലത്തിലായിരിക്കുമ്പോൾ പോലും ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാത്ത വ്യക്തികളില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ശീലങ്ങളെ പരിശോധിക്കുകയും അതിനെ കൂടുതൽ വളർത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യേണ്ട കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, എന്നാൽ അവരിൽ നിന്നും മാറി ഒരു കല്ലേറ് ദൂരം മാറി നിന്നിട്ടാണ് ഈശോനാഥൻ പ്രാർത്ഥിക്കുന്നത്. ഗെത്സേമനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിച്ചക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, മുന്തിരിച്ചക്കിൽ മുന്തിരിയിട്ട് ആട്ടിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം ഈ മുന്തിരി വേദനിക്കുന്നോ അല്ലെങ്കിൽ മുന്തിരിയെ പിഴിഞ്ഞെടുക്കുന്നോ അതുപോലെ അനുഭവത്തിലൂടെയാണ് ഈശോനാഥൻ കടന്നുപോയി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഈശോ അനുഭവിച്ച വേദനയുടെ ആഴം ഈ വാക്കിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയെടുക്കണം. അത്രമാത്രം ഈശോ വേദനിച്ചു. ഈ വേദനയിൽ ഈശോ ശിഷ്യന്മാരുടെ അരികിൽ നിന്നും മാറി നിന്നു എന്നാണ് നമ്മൾ കാണുന്നത്. മാറി നിന്നതോ ദൈവത്തിൻ്റെ അരികിലേക്ക്. ജീവിതത്തിൻ്റെ സഹനങ്ങളെയും വേദനകളെയും ഒറ്റയ്ക്ക് നേരിടാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങളിൽ, വേദനയുടെ നിമിഷങ്ങൾ ആരും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കൂടെ പലരും ഉണ്ടായിരിക്കും. നമുക്ക് സമ്പത്തുള്ളപ്പോൾ കൂടെ പലരും ഉണ്ടായിരിക്കും. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ പലരും നമ്മളെ നോക്കാനും കൂടെ നിൽക്കാനും വരും. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ, രോഗങ്ങളിൽ, കടങ്ങളിൽ, കുറവുകളിൽ ആരും നമ്മുടെ കൂടെ സഹായിക്കാനുണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിൽ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന യാഥാർത്ഥ്യമാണ് സഹനം, വേദന, കഷ്ടപ്പാട് എന്ന് വരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ ദൈവത്തിങ്കലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുക. നമ്മുടെ ചെറുപ്പകാലം മുതലുള്ള ആത്മീയ ശീലങ്ങളെ നമ്മൾ വളർത്തിയെടുത്താൽ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ ദൈവത്തോട് അടുക്കാൻ എളുപ്പമാണ്. സഹനങ്ങളിൽ ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും നമ്മൾ തകരില്ല. കാരണം നമ്മുടെ ശീലങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ? ദൈവത്തോട് ചേർന്ന് നിൽക്കാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹനങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. കാരണം ലോകത്തിൽ ആരും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ല. അത് ശീലിക്കാനും പഠിക്കാനുമുള്ള കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. സഹനങ്ങളെ ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കേണ്ട കാലഘട്ടം. ഒറ്റയ്ക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് സഹനങ്ങളെ നേരിട്ടാൽ, നമ്മളിവിടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന്. സ്വർഗത്തിൽ നിന്ന് നമുക്ക് ശക്തി ലഭിക്കും. ദൈവത്തോട് ചേർന്നാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എങ്കിൽ ഈ സഹനങ്ങളെ നേരിടാനുള്ള കരുത്ത് നമുക്ക് ദൈവം തരുമെന്നാണ് തിരുവചനത്തിൽ പറയുന്നത്.
ലോകം നമ്മളെ പുച്ഛിക്കും, സ്വർഗം നമ്മളെ ശക്തിപ്പെടുത്തും. പുച്ഛയാണോ ശക്തിയാണോ ആവശ്യം? ശക്തിയാണെങ്കിൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ചു കൊള്ളുക. ദൈവത്തോട് കൂടുതൽ ഈ നോമ്പുകാലത്തിൽ നമുക്ക് അടുക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ. കർത്താവെ, ദിവികാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ കെട്ടുകളും അഴിയട്ടെ. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ. എല്ലാ ദുഷ്ടതയുടെ കെട്ടുകളും നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.